ഓവനോ വീറ്ററോ ഒന്നുമില്ലാതെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല പഞ്ഞിക്കട്ട് പോലുള്ള കേക്കാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് 2 ക്യാരറ്റാട്ടോ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞു ക്യാരറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ 3 എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ട് വരണം. വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ചെറിയതിൽ വെച്ചിട്ട് വേണം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ 3 ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ 3 കൂടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് കപ്പിലാണോ ഉണ്ടാക്കുന്നത് ആ കപ്പ് തന്നെ എടുക്കണം. നമുക്ക് ഈ ക്യാരറ്റ് ഇതിലോട്ട് ഇട്ട് നോക്കാം ഇത് എത്ര ഉണ്ടെന്ന്. കപ്പിൽ കറക്റ്റായിട്ട് 1 കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇതേ കപ്പിൽ തന്നെ വേണം എന്ന് അളന്നെടുക്കാനായിട്ട്. ഞാൻ ഗ്യാസ് സ്റ്റോവിൽ വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക, കൂടിപ്പോവരുത്. 1/2 കപ്പ് തൊട്ട് നിങ്ങൾക്ക് 3/4 കപ്പ് വരെ നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര വരെ എടുത്തു കൊടുക്കാവുന്നതാണ്. ഇതൊരു വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, 1 ടീസ്പൂൺ തന്നെ മതിയാവും. ഈ ടൈമിലൊക്കെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. പഞ്ചസാര ഒന്ന് മെൽട്ടാവാൻ നമുക്ക് അനുവദിക്കാം. ഉണ്ടല്ലോ പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് നല്ല കട്ടിക്ക് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിളച്ച് വരണം ഇത്. എന്നിട്ട് വേണം ബാക്കി ചേരുവകൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടുതൽ കളറാകാൻ നിൽക്കണ്ട, കാരണം ചിലപ്പോൾ കയ്പ്പ് രസം വരും. അതിന് മുന്നേ ആയിട്ട് ഇതേപോലെ ആയി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കണം. ഈ സമയം തീ ഒന്ന് ഓഫാക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ശരീരത്തിൽ തെറിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത്. പെട്ടെന്ന് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് സ്പാച്ചില വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ തീ ഓണാക്കി കൊടുക്കാം. ഇപ്പോൾ കട്ട പിടിച്ച പോലെ തോന്നും, കുറച്ച് കഴിയുമ്പോൾ ഇത് മെൽറ്റായിക്കോളും. അപ്പോൾ എല്ലാം മെൽറ്റായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ചുരണ്ടി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ കട്ടകളൊക്കെ നീർത്തി കൊടുക്കണം. ഇതേപോലെ നീർത്തി കൊടുത്തിട്ട് ഒന്ന് പഞ്ചസാരയിലായിട്ട് ഇതൊന്ന് ചേർന്ന് വരട്ടെ. ഈ ക്യാരറ്റൊക്കെ വറ്റി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലിട്ട് 1 ടേബിൾ സ്പൂണ് ഉണക്ക മുന്തിരി, കറുത്ത മുന്തിരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് മുന്തിരിയാണ് ഉള്ളത് അത് വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വറ്റി തുടങ്ങണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയ മിക്സിയുടെ ജാറെടുക്കുക, അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് പൊടിച്ച് വരാൻ ഈ സമയത്ത് ഇതിലോട്ട് ഒരു 3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഇതും കൂടിയിട്ട് നമുക്ക് ഒന്ന് പൊടിച്ച് വരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റും മുന്തിരിയൊക്കെ നല്ലവണ്ണം സിറപ്പിൽ കുടിച്ചിട്ട് നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ബൗളെടുക്കുക, അതിനകത്ത് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ എടുക്കണം. 1 കപ്പ് മൈദപ്പൊടി എടുക്കാം. പറഞ്ഞല്ലോ 1 കപ്പിലാണ് ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ്. ഇത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തട്ടി കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കട്ടയില്ലാതെ ഒന്ന് അരിച്ചിട്ട് വരാം. നമുക്ക് ആവശ്യമുള്ളത് 3 കോഴിമുട്ടയാണ്. നേരത്തെ പഞ്ചസാര പൊടിച്ചിട്ടുള്ള ആ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കോഴിമുട്ട ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് വേണ്ടത് വാനില എസൻസ് ആണ്. അതൊരു 1/2 ടീസ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കാം, മുട്ടയുടെ സ്മെല്ല് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ മാത്രം സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. വളരെ കുറച്ചിട്ടാണ് ഓയിലൊക്കെ എടുക്കുന്നുള്ളത്. കൂടി നല്ലവണ്ണം ഒന്ന് അടിച്ച് വരാം. വെറും 2-3 പൾസ് വരെ ആക്കി കൊടുത്താൽ മതി, നല്ലവണ്ണം ഇതേപോലെ കിട്ടുന്നതാണ്. ഒരു പാത്രം എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിന്നീട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മതി, അത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം.
വെള്ളം ഇതൊന്ന് കലക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല ഇത് തിക്കായിട്ടാണല്ലോ ഉള്ളതെന്ന്. ഇതിൽ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ലൂസായിട്ട് തന്നെ കിട്ടുന്നതാണ്. അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പഞ്ചസാര കുറേശ്ശെയായിട്ട് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൂർണ്ണമായിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു കാരമലിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കട്ടയില്ലാതെ വേണം എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എല്ലാം കൂടി നമുക്ക് മിക്സാക്കിയിട്ട് വരാം. നല്ലവണ്ണം ഒരേ സൈഡിൽ കൂടി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും നല്ല കട്ടിക്ക് തന്നെ കിട്ടണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കയ്യിലുള്ള ഏത് നട്ട്സാണ് ഉള്ളത് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കാഷ്നട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബദാം വേണമെങ്കിൽ നിങ്ങൾക്ക് ബദാം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കുക്കറാണ്. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് പാനിലോ കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഇതിലോട്ട് ഞാനിപ്പോൾ കുറച്ച് ബട്ടർ പേപ്പർ പിരിച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് കുടഞ്ഞെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇതിന് മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന് മുകളിൽ കറുത്ത മുന്തിരി വീണ്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതിൽ ഓൾറെഡി ഇതിൻ്റെ പേരിൽ വീണ്ടും ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ എല്ലായിടത്തും ഈ ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം. നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇതിന് വെയിറ്റ് ഇട്ടിട്ട് തന്നെയാണ് മൂടി വെച്ച് കൊടുക്കുന്നത്. ഒരു 30 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടല്ലോ നല്ലവണ്ണം പൊങ്ങി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്കറിൽ നിന്ന് മാറ്റാം. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഊരിയെടുക്കാം. നല്ല ചൂടുണ്ടിപ്പോൾ. തീർച്ചയായും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഫോണിൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെയൊക്കെ നമ്പർ ഉണ്ടാവില്ല. അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ക്യാരറ്റ് വെച്ചിട്ട് ഒരുപാട് റെസിപ്പിയൊക്കെ ചെയ്തിട്ടില്ല. എന്നാൽ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്പോഞ്ചി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ അളവ് കൃത്യമായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.